ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കളിൽ ഒരാൾ. ഒരു ഗ്രൂപ്പിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് കരുണാകരന് ശേഷം ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള നേതാവായിട്ട് നിന്നു. അദ്ദേഹം AICC സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചവരാണ് മമതാ ബാനർജി ആണെങ്കിലും കിരൺ കുമാർ റെഡ്ഡി ആണെങ്കിലും അശോക് ചവാൻ ആണെങ്കിലും അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ദേശീയ നേതൃത്വത്തിൽ NSUവിൻ്റെയും പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ദേശീയ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിന് വലിയ ചുമതല വഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഈ പറയുന്ന പിന്നെ രമേശ് ചെന്നിത്തല. അപ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല സീനിയറാണ്. ആ സീനിയറായ തനിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം ലഭിക്കണമെന്ന് രമേശ് ചെന്നിത്തല കരുതുന്നു. അതിൻ്റെ നീക്കങ്ങളാണ് രമേശ് ചെന്നിത്തല ആരംഭിച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ NSSൻ്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു, അദ്ദേഹം പിന്നെ SNDPയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു, അദ്ദേഹം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടക്കുന്നു, സമസ്തയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഈ അർത്ഥത്തിൽ തനിക്ക് പാർട്ടിക്ക് പുറത്തൊരു വലിയ പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നു. അപ്പം ഒന്നാമത്തെ ആൾ രമേശ് ചെന്നിത്തലയായി. പിന്നെ സ്വാഭാവികമായിട്ടും VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അവസരമുണ്ട് എന്ന് അദ്ദേഹവും കരുതുന്നു. മൂന്നാമത് വേറൊരാൾ കൂടിയുണ്ട്, KC വേണുഗോപാൽ അല്ലേ, ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും ഒരു സാധ്യതയായിട്ട് കാണുന്നു. അപ്പോൾ ഈ നിലയ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസിൽ കൺഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ആരാണ് നേതാവ് എന്നതിനെ ചൊല്ലിയാണല്ലോ തർക്കം വരുന്നത്. ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി കൂടിയിട്ട് VD സതീശനെതിരായിട്ട് ആ പാർട്ടിക്കകത്ത് നടന്നൊരു നീക്കമാണ്. ഞാൻ അങ്ങനെ ഒരു സർവേ നടത്തിയതായിട്ട് മനസ്സിലാക്കുന്നില്ല, സതീശനൊരു സർവേ നടത്തി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്, മാധ്യമ സ്ഥാപനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. മാധ്യമ സ്ഥാപനങ്ങൾ ഒരു സർവേ നടത്തുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ ചിലവാക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഒരു ഏജൻസിക്ക് കൊടുത്തിട്ട് അവരാണല്ലോ ഈ സർവേ ഒക്കെ നടത്തുക എന്ന് പറയുന്നത്.